അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൻ്റെ വീടിൻ്റെ ഇടയിലുള്ളൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി, വിചാരിച്ചതിലും നേരത്തെ എത്തി എയർപോർട്ടിൽ. അപ്പോൾ 2:45 ഇവിടെ എത്തി. നമ്മളെ ഫ്ലൈറ്റ് രാത്രി 11:05 അപ്പോൾ 6 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു നടന്നൊക്കെ സമയം ഒഴിവാക്കി. സമയം ഇങ്ങനെ തള്ളി നീക്കി 5 മണിയായപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നേരെ എർത്ത് ലോഞ്ചിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയെന്ന് വിചാരിച്ചാണ്. പക്ഷേ ബോർഡിംഗ് പാസ് എടുത്ത് കഴിഞ്ഞിട്ട് എർത്ത് ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എമിഗ്രേഷൻ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് എർത്ത് ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് നമ്മളെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പേ ഓപ്പൺ ആവും. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. പിന്നെ എർത്ത് ലോഞ്ചിൽ പോയി അവിടെ ഫുഡ് എന്താ ഉള്ളത് നോക്കി. അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. എന്നാലും ഞാനൊന്നും കൂടിയും പറയാം. പ്ലാറ്റിനം മാസ്റ്റർ കാർഡും റുപ്പിയ കാർഡും ആണ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ മാസ്റ്റർ കാർഡ് എല്ലാം എടുക്കുന്നില്ല. ഒരു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മളതിൽ നിന്ന് ഒരു 25 രൂപ പിടിച്ചിട്ട് പിന്നെ അത് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നെ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പിന്നെ റുപ്പിയ ആണെങ്കിൽ ഒരു 2 രൂപ ഒരു പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് റീഫണ്ട് ഇല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഇവരെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ഓലും തായ്ലാൻഡിലേക്കുള്ള ടീമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിനി. അവിടുന്ന് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് വന്നു. അവിടെയും നമ്മളെ പാസ്പോർട്ട് ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് നേരെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇനി ഏകദേശം ഒരു 4.5 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് യാത്ര ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് നേരെ കോലാലംപൂർ ചെന്ന് ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് പുറത്ത് പോകണം. സാധാരണഗതിയിൽ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിന്നാൽ മതി കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയി വീണ്ടും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ചെക്ക് ഇൻ ചെയ്യേണ്ടത് എന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. And place it under your seat. Easier for you to find the seat. Row A, B, C, A, B and C, your right hand side. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം വീണ്ടും ഫ്ലൈറ്റ് കയറുകയാണ്. ഒരു ഇടവേള എടുത്ത് കയറുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് പോയ അന്നേരത്തെ പേടി ഇപ്പോഴും തിരിച്ചു വന്ന്. ഫസ്റ്റ് പോയ അന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി ഇങ്ങനെ പൊന്തുന്ന സമയത്തൊരു പേടിയുണ്ട്, നല്ല പേടിയാണ്. ഇറങ്ങുമ്പോഴും താകുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു ആ പേടി. കുഴപ്പമില്ല, 1-2 പ്രാവശ്യം പോവുകയും വരികയും ചെയ്യുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. അങ്ങനെ നമ്മൾ 4 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം കോലാലംപൂർ എയർപോർട്ടിലെത്തി. ബാക്കി നമുക്ക് അടുത്ത പാർട്ട് കൊള്ളിക്കാം.